മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. UDF ബന്ധമുറപ്പിക്കാൻ PV അൻവർ. പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. UDF-നെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കും. ആ നിയമം നടത്തി വരുമ്പോൾ സാധാരണ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. അതിന് വരുന്ന സങ്കീർണതകൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയമായ കാര്യങ്ങൾ UDF ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളിൽ UDF-ന് എതിർപ്പില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെ. വനനിയമ ഭേദഗതി ബില്ല് സങ്കീർണമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് UDF ഭരണത്തിൽ വരണമെന്നത്. അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. UDF-നെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ഘടകങ്ങളും UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത ഇലക്ഷനിൽ UDF-നെ ശക്തിപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം UDF ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് തറവാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് അൻവർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. തളരുന്നവരെ സഹായിക്കുന്നവരാണ് പാണക്കാടുള്ളവർ. മലയോര മേഖലയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ധാർമ്മിക പിന്തുണയും അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്തുണയും സഹായവും തങ്ങൾ വാഗ്ദാനം ചെയ്തെന്നും വിഷയത്തിൽ കൂടെ നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകുമെന്നും അറിയിച്ചു. UDF പ്രവേശനം ചർച്ച ചെയ്തില്ലെന്നും അൻവർ വ്യക്തമാക്കി. തളരുന്നവരെ സഹായിക്കുന്നവരാണ്. ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാനും ഈ പറയുന്ന മലയോര മേഖലയുടെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുദ്ദേശിച്ചാണ് വന്നത്. ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. UDF-ലേക്കുള്ള ഒരു പ്രവേശനത്തിലുള്ള പിന്തുണ കൂടിയാവും. UDF-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ അൻവർ കൂടിക്കാഴ്ച നടത്തി. അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടെന്നും മറ്റു കാര്യങ്ങൾ UDF തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ജനങ്ങളുടെ വളരെ സാധാരണക്കാരായ ആളുകളുടെ ഗൗരവമുള്ള വളരെ വർഷങ്ങളായി പരാതി ഒരു പരിഹാരമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡാണ്. ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് അത് UDF-നെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തെളിയിച്ച് പരാതിയുള്ള കാര്യം പറഞ്ഞു. ആ വിഷയമാണ് ഇന്നത്തെ എല്ലാ അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനമാണ്. ആ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയായത്. UDF-ൽ അൻവർ ചേരുന്നത് നേതൃത്വം തീരുമാനിക്കും. ജനപ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന മുന്നണിയാണ് UDF മുന്നണിയിൽ വരണമെന്ന അൻവറിന്റെ പ്രതീക്ഷയിൽ തെറ്റില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദമാക്കി. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946999976.